അടുക്കിലേക്ക് എത്തി. ഫലം നോക്കുക, ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. കാരണം ഇറ്റ്സ് എ ജേണി. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഇതൊരു യാത്രയാണ്. നമ്മൾ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, ക്ലാസ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്നാൽ അതിന് ഇൻട്രൊഡക്ഷൻ തരിക. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജേണി. എവിടെ നിന്ന് എങ്ങോട്ട്? ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക്. ഗ്ലോറി. എവിടെ നിന്ന് എങ്ങോട്ട്? ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്. ഈ യാത്രയിൽ എങ്ങനെ ഫലം നോക്കുക? ഇതാ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന രണ്ട് വണ്ടികൾ യാത്ര പുറപ്പെട്ടപ്പോൾ ഇതാ സൂസി ഒരു വണ്ടി കയറി, മേരി വേറെ വണ്ടി കയറി. രണ്ടും കൂടി യാത്രയാണ്. വണ്ടി അടച്ചു, ഇതാ വാതിലടച്ചു. ഇതാ ഒരു വണ്ടിയിൽ ഭയങ്കര പാട്ടൊക്കെ ഇട്ടിരിക്കും, നല്ല ബഹളം ഒക്കെ മൂവ് ചെയ്യുക. വേറൊരു വണ്ടി ഇതേപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് വെച്ചിട്ട് ഇതാ സൂസി മേരിയെ വിളിച്ചു. എവിടം വരെയായി? 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ. അപ്പോൾ മേരി പറഞ്ഞു, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ വണ്ടിയിൽ ഭയങ്കര പാട്ടും ഇതും ഒക്കെ എവിടം വരെ എത്തിയെന്ന് ഒരു പെടുത്തില്ല. അവസാനം മേരി മറ്റേ പുള്ളിക്കാരത്തി പറഞ്ഞു, ഞങ്ങൾ ആലപ്പുഴ അടുക്കാറായി, നീ എവിടം വരെയാ? എനിക്കൊരു അറിവില്ല. ഭയങ്കര ഇവിടെ എന്താണെന്ന് പറയുമ്പോൾ ഒച്ചപ്പാടും ബഹളവും, ഭയങ്കര മ്യൂസിക്കും, ഭയങ്കര. ഒരു സെക്കൻഡ്, എന്നാലും നീ എവിടം വരെ ആയടി? ഒരു സെക്കൻഡ് എന്നും പറഞ്ഞ് ഞാൻ കർട്ടൻ പയ്യെ പൊക്കി നോക്കിയപ്പോൾ, അയ്യോ ഞങ്ങൾ ഇപ്പോഴും എറണാകുളത്ത് തന്നെയാണല്ലോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ബഹളം മാത്രമേ ഉള്ളൂ. എപ്പോഴും എവിടെ തന്നെയാ? എറണാകുളത്ത് തന്നെയാ. ഫലം പോരാ. ഗ്ലോറി. യാത്ര പുറപ്പെട്ട തിരുവനന്തപുരത്തേക്കാ. സമയത്തിനനുസരിച്ച് അഡ്വാൻസ് ചെയ്തോളണം. മനസ്സിലാവുന്നുണ്ടോ? ഫലം നോക്കി തിരിച്ചറിഞ്ഞോളണം. ഒച്ചപ്പാടുണ്ടായി, ബഹളം ഉണ്ടായി, സ്വരം ഉണ്ടായി, പാട്ടുണ്ടായി, പ്രാർത്ഥന ഉണ്ടായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആർ യു മൂവിങ്? ആർ യു അഡ്വാൻസിങ്? ഗ്ലോറി. ഹല്ലേലൂയ. അഡ്വാൻസ് ചെയ്തില്ലയോ ഫലം റോങ്ങാ. ഹല്ലേലൂയ. നമ്മൾ ഓരോ നിമിഷം തോറും നമ്മൾ ഈ ലോകത്തു നിന്ന് പറയപ്പെടും. പറഞ്ഞ് അവസാനം ഈ ലോകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ ജീവിക്കാൻ താല്പര്യമില്ലാതെയാവും. എന്നിട്ട് പറയും, ഇവിടെ നിന്ന് ഏത് വിധേന എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് പോയാൽ മതി എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാണ്, എന്നാൽ പിന്നെ അപ്പച്ചനോട് വെച്ചെന്തിനാ? ഇല്ല അപ്പച്ച, അങ്ങയുടെ തിരിഹിതം പൂർത്തിയാക്കിയിട്ടേ ഞാൻ വരുന്നുള്ളൂ. ഗ്ലോറി. അപ്പോൾ നാം ലോകത്തിലാണോ? ആണ്. പക്ഷെ നമ്മളുടെ ഹൃദയ ലോകത്തിലാണോ? അല്ല. ഈ ഒരു തലത്തിലേക്ക് നമ്മൾ മാറും. ഇതാ ഫലം നോക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ നമ്മളുടെ അറിവില്ലായ്മ നിമിത്തം നമ്മളെപ്പോഴും ഈ ബരോവക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കും. ഗ്ലോറി. അത് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ എല്ലാം നമുക്ക് ബൈബിൾ നോക്കി കിട്ടില്ല. യേശുവിനെ ക്രിസ്തു നമുക്ക് തെളിയിക്കാൻ നമുക്കത് മതി. പക്ഷേ യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തെ മനസ്സിലാക്കാൻ ആത്മാവ് സഹായം വേണം. മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാണ് പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതുകൊണ്ടാണ് ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ നിരൂപിച്ചിട്ടുമില്ല. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ ഇതെങ്ങനെ വെളിപ്പെടുത്തുന്നു? ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തുന്നു. അപ്പോൾ 2 തരത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യം നമ്മൾ വചനം നോക്കി അതായത് ഈ ലോകത്തിൽ നമുക്ക് തന്നിട്ടുള്ള ബൈബിൾ നോക്കി കാര്യങ്ങളെ മനസ്സിലാക്കുക. ഇൻ കേസ് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് ഇറ്റ്സ് റോങ് എന്ന് പറയാതെ ഫലം നോക്കി തിരിച്ചറിയുക. ഒന്നില്ലെങ്കിൽ ഫലം നോക്കുക. ഇങ്ങനെയാ. ഒന്നില്ലെങ്കിൽ വിത്ത് നോക്കാം. വിത്താണ് ഈ നമ്മുടെ കയ്യിലുള്ള ഈ വചനപുസ്തകം മുഴുവൻ വിത്താ. സീഡെന്ന് പറയുന്ന വേർഡിനെ അല്ലേ? ഇനി വിത്ത് കൊണ്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വിത്തിൽ നിന്ന് മുളച്ച് പൊങ്ങിയ അവസാനം ഒരു സാധനം ഉണ്ടാകും, ഫലം നോക്കി തിരിച്ചറിയുക. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ ഈ രീതി നമ്മൾ മറക്കരുത്. ഒന്നും കണ്ണടച്ച് ജഡ്ജ് ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും കണ്ണടച്ച് ജഡ്ജ് ചെയ്ത് ഇന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ആണെങ്കിൽ ഒരുപക്ഷെ മേലിൽ നമുക്കത് ലഭ്യമല്ല പിന്നെ. ഗ്ലോറി. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ദൈവത്തിൻ്റെ വചനം, എനിക്ക് തോന്നുന്നു യൂദയിലാണോ പത്രോസിലാണോ പറഞ്ഞിട്ടുണ്ട്, ഈ അറിവില്ലാത്തവർ തങ്ങൾ സ്വാഭാവികമായി അറിയാത്തതിനെ എല്ലാം കയറി അങ്ങ് ദുഷിക്കുന്നു. വൺസ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതിനെ സമർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ആയിരക്കണക്കിന് എക്സാമ്പിൾസും അതൊക്കെ കൊണ്ടുവരും. നമുക്ക് തന്നെ നാശം വിതയ്ക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആത്മലോകത്തെ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. അപ്പോൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ ആഴത്തിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ആഴത്തിലേക്ക്, നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത മണ്ഡലത്തിലേക്കാണ് സ്വർഗത്തിലെ ആത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ
ഒരിക്കലും ഒരാൾക്കും മറ്റൊരു വ്യക്തിയെ ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല, ആദ്യം ആ വ്യക്തി അതിലൂടെ കടന്നു പോയില്ല എങ്കിൽ. ഇത് കണ്ടു, ഒരു ട്രെയിനെ കണ്ടു, നിങ്ങൾ സ്ക്രീനിൽ ഒരു ട്രെയിനിനെ കാണാം. ഒരു ട്രെയിൻ. ഈ ട്രെയിനിൻ്റെ പേര് തന്നെ ട്രെയിൻ. ഇപ്പം ഞാൻ എന്താ ചെയ്യണേ? നിങ്ങളെ ട്രെയിൻ ചെയ്യുക. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലൂടെ നിങ്ങളെ ട്രെയിൻ ചെയ്യുക. ഗ്ലോറി. ഇവിടെ എഴുതിയിരിക്കുക, യു കനോട്ട് ട്രെയിൻ എ പേഴ്സൺ അൺലെസ് യു പാസ് ത്രൂ ദാറ്റ് വേ. നമ്മൾ ആദ്യം അതിലൂടെ കടന്നു പോയില്ലെങ്കിൽ മറ്റൊരാളെ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതാ ട്രെയിനിൻ്റെ എൻജിൻ പോലെയാ. എൻജിനാണോ ആദ്യം കടന്നു പോണേ, ബോഗിയാണോ? ആദ്യം എൻജിനാ കടന്നു പോണേ. ഗ്ലോറി. നമ്മൾ കടന്നുപോയ മേഖലയിൽ മാത്രമേ നമ്മുടെ പുറകിൽ വരുന്നവരെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം നമ്മൾ യേശുവിനെ അനുഗമിച്ച് നമ്മൾ വളരുവാനിടയാകണം. എങ്കിലേ പുറകിലുള്ള വ്യക്തികളെ നമുക്ക് ഫോളോ മീ. എൻജിൻ എന്നാ പറയണേ എല്ലാ ബോഗിയോടും? ഫോളോ മീ, എന്നെ പിന്തുടരൂ, എന്നെ പിന്തുടരൂ, എന്നെ പിന്തുടരൂ. അപ്പോൾ ബോഗികൾ കയറി അങ്ങ് പോവുമല്ല, ആദ്യം എൻജിനാ മുൻപേ പോണേ. ഹല്ലേലൂയ. ആ വ്യക്തിയാണ് ലീഡർ. കർത്താവ് യേശുവിൻ്റെ പുറകെ ഇതാ തൻ്റെ ജനത്തെ, ആടുകളെ നയിക്കുവാൻ കർത്താവ് നമ്മളെ ലീഡേഴ്സാക്കി വെച്ചിരിക്കുക ഭൂമിയിൽ. അപ്പോൾ ആദ്യം നമ്മൾ കയറി പോകണം. അല്ലെങ്കിൽ നമ്മൾ ബോസുമാരാ. നമ്മൾ പോവില്ല, നീ പോ, ഇയാൾ പോ, മറ്റേ ആൾ പോ. ദേ ആർ ബോസസ്. കർത്താവ് ഹീസ് അവർ ലീഡർ. ആദ്യം കർത്താവ് കടന്നുപോയി, എന്നിട്ട് പറയാണ് എന്നെ അനുഗമിക്കുക. അതിൻ്റെ അർത്ഥം യേശു മുമ്പേ പോയിട്ടുണ്ട്, ആദ്യ ഫലമായി തിരഞ്ഞെടുക്കപ്പെട്ടു. നമ്മൾ ആ യാത്രയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നിങ്ങൾ ഈ യാത്രയിൽ ശരിക്കും ഈ പ്ലെയിൻ പൊങ്ങാൻ നേരത്ത് പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാവരും സീറ്റൊക്കെ കറക്റ്റായിട്ട് വെക്കണം. സീറ്റ് ബാക്ക് അപ്രൈറ്റ്, ബെൽറ്റ് ഇടണം. കാരണം നിങ്ങൾ സേഫ് റെയിലും വിട്ട് മുകളിലേക്കാണ് പൊങ്ങാൻ പോണേ. അതുകൊണ്ട് എയർ ഗട്ടർ ഇതൊക്കെ ഉണ്ടാകും, അവർ ഷേക്ക് ആകും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഇതുവരെയും ഭൂമിയിലെ കംഫർട്ടായിട്ടുള്ള മണ്ഡലത്തിൽ നിന്ന് പഠിച്ചവരാ. ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് പോകാൻ പോവുക. കാരണം നമ്മളോട് പറയുന്നു ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഗ്ലോറി. അപ്പോൾ നമ്മൾ ആ ഉയരത്തിലേക്ക് കയറുക. അതുകൊണ്ട് എല്ലാവരും സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടോളണം. ശരിക്കും എല്ലാവരും സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട്, കർത്താവേ അങ്ങ് ഇവിടെ പറയുമ്പോൾ അതേ ആത്മാവ് അങ്ങ് എൻ്റെ ഉള്ളിലുണ്ടല്ലോ, എൻ്റെ ഉള്ളിൽ അവിടെ പറയുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിൽ അങ്ങ് തെളിയിച്ചേക്കണേ. ഗ്ലോറി. കാരണം എന്നിലൂടെ പറയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഒരു ചിന്തയിൽ നാം ആയിരിക്കണം. ആ ഇടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം, ആത്മാർത്ഥതയോടെ. എൻ്റെ സ്വരത്തിന് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ നിങ്ങളുടെ അപ്പച്ചൻ്റെ സ്വരത്തിന് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയും. ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയരട്ടെ. ഉറമ റങ്കന. താങ്ക് യു ഡാഡി, താങ്ക് യു ലോർഡ്. ദ എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. ഉറമൂരി കന്തിനി മാമ കാലറക. ഓ ഫാദർ, വി താങ്ക് യു, വി താങ്ക് യു ഡാഡി, വി താങ്ക് യു. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. അങ്ങയുടെ രാജ്യം ഞാൻ ഈ ഭൗതിക മണ്ഡലത്തിൽ ഡിക്ലെയർ ചെയ്യുകയാ. അങ്ങയുടെ ദാസന്മാരുടെ ഹൃദയത്തിൽ ഡിക്ലെയർ ചെയ്യുകയാ. അങ്ങയുടെ കർത്തൃത്വം യേശുവേ. റൂഖുലു റീമ കാല റൂഖു തൂനു റീകാഥീന. പരിശുദ്ധാത്മാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാ. ഒറിമാല കാന്താന റീഖോലു റിക്കാന്തീന റുക്കോലു റിക്കാന്തീനെ കത്തൂറ മക്കാലാറ കാന്താന. ഞാനിവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് കർത്താവ് അനേക പന്തങ്ങളെ ഇവിടെ നിന്ന് കത്തിച്ചെടുക്കുകയാണ്. ആ പന്തങ്ങൾ ഇവിടെ നിന്ന് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുവാനുള്ള പന്തങ്ങളാ. ദേശങ്ങളെ കത്തിക്കുവാൻ തക്കവണ്ണം റീമുലു റിങ്കി തീനീറ് കുത്തു രൂപക്കാല കത്തന റികത്തൂറ പന്തന. ഓ ഹല്ലേലൂയ. റിക്കുലൂറക്കാതന മുരുകു തുനു ദുരൂതനങ്കര ദിനങ്കാര കല്ല കരക. Thank you, Father. Thank you, Father. Thank you, Father. ശിംശോന്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ റിമലക ദിന ദിനാരക തൂര മന്തക രക്കല റക്ക ധീരാത കത്തര. ബൈബിളിലെ ശിംശോന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കുറുക്കൻ്റെ വാലിൽ തീ കൊടുത്ത് വിടുന്നൊരു രംഗം പോലെ. റിക്കുലു റികത്തൂര മന്ത കാതുക്കൂര മന്തകി റികത്തീര മാലകതക്കര. കർത്താവ് അനേക പന്തങ്ങൾ ഇവിടെ നിന്ന് കത്തിക്കുക ദൈവരാജ്യത്തിൻ്റെ ദൂതുമായി. ഹല്ലേലൂയ. ഈ ലോകത്തെ കത്തിക്കുവാൻ
തക്കവണ്ണം റിപ്പ് രൂപക്കൂല മലമല കഥന രികാല കന്തീര കന്തന കരങ്കൂല കന്തന. കർത്താവ് പറയുന്നു പരാജയപ്പെടത്തില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ മാർവിലേക്ക് യോഹന്നാൻ ചാരുന്നത് പോലെ ചാരുന്ന വ്യക്തികൾ പരാജയപ്പെടത്തില്ല. അവരെൻ്റെ സ്വരം കേൾക്കും. റീപക്കൂല മാലുക്കൂല മലമല കരകധീര ഗന്ധൂര മന്ത കീതക്കൂല മലകലകര. ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഏകനല്ല. നീ എൻ്റെ ചലിക്കുന്ന ദേവാലയമാ. റിമൂകുലും കുരു രുകുത്തൂര മരവല കഥന രികതാല കന്തന രികത്തീറ കന്തന. നീ ഇവിടെ വന്നതല്ല, നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നതാ. റിക്കൂല പന്ത പാതങ്കൂല മലമല മലമല കഥകാര കന്തന. എൻ്റെ ഹൃദയത്തിൻ്റെ ആലോചന നിന്നെ അറിയിച്ച് റീപക്കൂല മലാംബര കാലകന്തനെ ഋഗുത്തൂര കലകതന. ഈ അന്ത്യഘട്ടങ്ങളിൽ നിന്നെ കൊണ്ട് ചില പണികൾ ചെയ്യിച്ചെടുക്കുവാനെന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ ദൈവദാസന്മാരുടെ ആലോചന പറയുക. ഋങ്കൂല മലമല കലകരകഥന മരകഥന അലക്കോരകന്തനെ. അതുകൊണ്ട് എല്ലാ തളർന്ന മുഴങ്കാലുകൾ ഇതായി നേരെയാക്കിക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. അരക്കച്ച ഉറച്ച് കെട്ടുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. നന്നായി ഓടുവാൻ തക്കണം ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അധിക സമയമില്ല, ഇത് എൻ്റെ കാൽ വാതുക്കൽ വന്ന് നിൽക്കുകയാ. താങ്ക് യു ഫാദർ. റിംബൂല പലമല കഥന റിക്കൂല മലമല കഥന രഗതാല കന്തന. 7 പെൺ നിലവിളക്കൾ ഇടയിലൂടെ നടക്കുന്നവ ഇന്ന് നമ്മുടെ റീക്കൂല മന്ധൂന മന്തന നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ടുണ്ട്. ഇനി ഭൂമിയിൽ മനുഷ്യരുടെ വായിൽ നിന്നല്ല, പകരം ദൈവത്തിൻ്റെ ആത്മാവ് ഇതാ നമ്മുടെ ഇടയിൽ സഞ്ചരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം ആകാംക്ഷയോടെ സഭ ആയിരിക്കട്ടെ. ആ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ നിങ്ങൾ കേൾക്കുന്നത് പോലെ എൻ്റെ സ്വരം കേൾക്കുവാൻ ജാഗരിക്കുക. ഓ രീ പൂകുലിംഗാര പല പല കലകരകഥന